ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാനയർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ നേരത്തെ ഇട്ട വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ്. നമുക്ക് ചേരാത്ത ന്യൂഡ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ നമുക്ക് എങ്ങനെ വാഷ് ഔട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് ഇടാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻസൈറ്റിൻ്റെ തന്നെ സോഫ്റ്റ് മെയ്റ്റ് ലിപ് ലൈനേഴ്സിൽ വരുന്ന ഇൻസൈറ്റിൻ്റെ മെയ്റ്റ് ലിപ്പ് ഇങ്കിൽ വരുന്ന ഡിസേർട്ട് ടേപ്പ് 06 എന്ന് പറഞ്ഞിട്ടുള്ള, കാണാൻ പറ്റില്ല ഞാൻ പറയാം, 06 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസേർട്ട് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടേപ്പ് തന്നെയാണ്, ടോപ്പ് ടേപ്പ്. എനിക്കാണ് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഇത്. ഭയങ്കര നല്ല രീതിയിൽ എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ഇൻസൈറ്റിൻ്റെ തന്നെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് നമ്മൾ നേരത്തെ ഇട്ടതിനേക്കായൊക്കെ ഒരിച്ചിരി കൂടെ കട്ടിക്കൂട്ടി വേണോട്ട് വരയ്ക്കാം. ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. ദാറ്റ്സ് വൈ വി നീഡ് ടു ഓക്കെ. പിന്നെ ലിപ് ലൈനേഴ്സിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ആ ചേച്ചി വരച്ചപ്പോൾ നല്ലപോലെ വന്നല്ലോ, ഞാൻ വരച്ചിട്ട് എന്താ ശരിക്കും വരാത്തേ എന്ന് വിചാരിക്കണ്ട. ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല ഹാർഡായിരിക്കും. യൂസ് ചെയ്ത് ഒരു 2 യൂസൊക്കെ കഴിയുമ്പോഴേക്കും ശരിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈൻ ചെയ്തു. ഈ ഷെയ്ഡ് നമുക്ക് നന്നായിട്ട് ചേരും അല്ലേ? ഐ ലൈക്ക് ദിസ്. നെക്സ്റ്റ് നമുക്ക് ഈ ഡിസേർട്ട് ടൈപ്പ് ഇടാം. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കാലി അയക്കുന്നത് കണ്ട, പെട്ടെന്ന് തീർന്നു പോവും ഈ ലിപ്സ്റ്റിക്ക്. നമുക്ക് ഇങ്ങനെ എടുക്കാം, പെട്ടെന്ന് തീരും കേട്ടോ. ഒരുപാടൊന്നും പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. സോ കുറേ ദൂരം പോകുന്നിടത്തൊന്നും ഞാൻ ഇതിട്ടിട്ട് പോകാറില്ല. ജസ്റ്റ് കുറച്ച് നേരത്തെ പരിപാടികൾക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മേളിലായിരുന്നു ഇടണ്ട, ഞാൻ താഴോട്ടിട്ടു. ഇനിയിപ്പോൾ നമുക്ക് മേളിലേക്ക് കൊടുക്കാം. ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആകുമ്പോൾ ഇത് വേറെ ഷെയ്ഡ് ആകുവേ. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഷെയ്ഡ് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴും നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിടുമ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഭയങ്കര ഗോഡ്, എനിക്കത് ചിന്തിക്കാനേ വയ്യ. വിളറി വെളുത്ത പോലെയല്ല, മറ്റേ സിനിമയിലെ കൊച്ചിൻ അനീഫയുടെ ചുണ്ട് പോലെ ഇരുന്ന കുതിര വന്ന് ഉമ്മ വയ്ക്കുന്ന. ഓക്കെ, സോ കണ്ടോ? പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വാസലിൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മോയ്സ്ചറൈസിങ് നിൽക്കുന്നതാണ്. വാസലിൻ വെച്ചിട്ട് തന്നെയാണ് ഇട്ടത്. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കാണിച്ചു എന്ന് വെച്ചോ കേട്ടോ. കണ്ടോ? മേലെ നിന്ന് താഴോട്ടായി മൊത്തം, കണ്ടോ? അപ്പോൾ ഇട്ടതിന് ശേഷം ഒരുപാട് പരിപാടികളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, കണ്ടോ? കാണാമോ നിങ്ങൾക്ക്? കണ്ടോ? ഇവിടെ നിന്നൊക്കെ പോയി, കണ്ടോ? പിന്നെ ഇവിടെയൊക്കെ ഒരുമാതിരിയായി. നമ്മളിങ്ങനെ ഇട്ടാൽ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കാണിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഒരു കോളേജിലൊക്കെ പോയിട്ട് നിങ്ങൾ 8 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ നിന്നാൽ നടക്കുന്ന കാര്യമല്ല. ഒരു 2-3 hours ഒക്കെ നമ്മുടെ ലിപ്പിന് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിഞ്ഞ് പോയ പോലെയോ അല്ലെങ്കിൽ അത് നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകും. ഓക്കെ, മീൻസ് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നു, കടയിൽ വരെയൊക്കെ പോകുന്നു എന്നൊക്കെ ഉള്ള സമയത്തിടാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ക്യാരി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 hours 3 hours കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും റീഅപ്ലൈ ചെയ്യാമല്ലോ. ദാറ്റ്സ് ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല. കണ്ടില്ലേ, ലിപ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ കുറച്ച് പോർഷൻ ഇങ്ങനെയൊക്കെ നിൽക്കും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വേറെ 2 ആളുകളാണ് കേട്ടോ. മിസ് ക്ലെയറിൻ്റെ അക്വാ റോക്ക് ലിപ്സ്റ്റിക്കിൽ വരുന്ന 346 എന്ന് പറഞ്ഞ ഷെയ്ഡും മിസ് ക്ലെയറിൻ്റെ തന്നെ 62 സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീമിൽ വരുന്ന
62 എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഞാൻ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ചെയ്യാം. ഞാൻ നല്ലപോലെ വേർക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ വേറെ ലിപ്സ്റ്റിക്കുമായിട്ട് കമ്പയർ ചെയ്തും കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഇല്ലാതിരിക്കാം, പക്ഷേ വേറെ ഷെയ്ഡ് വെച്ചിട്ടും ഇതിനെ കുറേ കൂടെ ഭംഗിയായിട്ടിടാം. ഇത് എനിക്ക് വാഷ് ഔട്ട് ചെയ്യാറില്ല, എങ്കിലും വല്ലപ്പോഴൊക്കെ വാഷ് ഔട്ട് ചെയ്യും. ഇതല്ല ഈ പുള്ളിക്കാരൻ. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് കുറേ കൂടെ ഭംഗി, എൻ്റെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നില്ലേ നോക്കട്ടെ. ഇതിൽ കൈ എടുക്കിടക്ക് തട്ടുന്നുണ്ട്. ഞാൻ വേർക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞാൻ 1 2 3 4ാമത്തെ ലിപ്സ്റ്റിക് കണ്ടോ ഇത്. ചുണ്ട് ഭയങ്കര പ്രാകും ചുണ്ട്. എനിക്ക് നഗിനെ ഇതിട്ടെടുക്കാം. ഈ ലിപ്സ്റ്റിക്ക് തീർന്നു, അതാണ് ഒരു സത്യം. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് നമ്പർ 62 ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യും. എനിക്ക് ആദ്യമൊക്കെ വാഷ് ഔട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്ന സമയത്ത്. ഇതിനെ നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒപ്പം ഇടാം കേട്ടോ. അതും ഞാൻ കാണിക്കാമെങ്കിൽ കാണിക്കാം. കണ്ടോ, ഇതങ്ങനെ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല. സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീമാണ്, പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല. ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ ഞാൻ മാക്സിമം വെയിറ്റ് ചെയ്ത് നോക്കി, ശരിക്കും അങ്ങോട്ട് ഡ്രൈ ആയി പോകുന്നില്ല. ഇത്രയൊക്കെ ഡ്രൈ ആവുന്നുള്ളൂ. ഈ എല്ലാ കിളികളും കൂടെ ഇവിടെ വന്നേക്കുവാണോ? വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെയാണ്, നിങ്ങൾ സഹിക്കുക പ്ലീസ്. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ഇത്രയും ഡ്രൈ ആയപ്പോൾ തന്നെ എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമാണ് പേഴ്സണലി. സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഷെയ്ഡാണ് നേരിട്ട് കാണാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീം 62 തമ്മിലുള്ളതാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ്, ഈ ഷെയ്ഡ് നിങ്ങൾക്ക് എങ്ങനെ ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീം ഷെയ്ഡ് നമ്പർ 62 വരുമ്പോൾ ഉള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ എനിക്ക് മറ്റേതിൻ്റെ ഒപ്പം ഇടാനും ഇഷ്ടമാണ്. ഇത് തന്നെ ഇടാനും നല്ല ഷെയ്ഡാണ്. എവറിത്തിങ് ഈസ് ഗുഡ് വിത്ത് ദിസ് ഷെയ്ഡ്. വിയർത്താൽ നിങ്ങളല്ലാതാകും. ഷോർട്സ് കാണാനായിട്ട് മറക്കരുത്. നിങ്ങൾ ലോങ് വീഡിയോസ് കാണുമ്പോൾ നേരെ പോയിട്ട് ഷോർട്സും കൂടെ കാണുക. അതിൽ ഞാൻ ഓരോന്ന് ഇടുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. സോ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഷെയ്ഡാകും. ഒന്ന് ഷെയ്ഡ് മാറും. ഓക്കെ, ദെൻ പിന്നെന്താ പറയുക, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ മിസ് ക്ലെയർ സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീം, മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീം, അയ്യോ ഇത് വേറെ, മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വളരെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ലിപ്പിനൊക്കെ നല്ല ഒരു ഇങ്ങനെ വേർക്കുന്നുണ്ടോ, ഇങ്ങനെ വല്ലാണ്ട് ഉണങ്ങി വലിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ലിപ്പിൻ്റെ സ്കിന്നിനെ ഇങ്ങനെ ഒന്ന് സോഫ്റ്റാക്കി വെക്കും. ശരിക്കും സോഫ്റ്റ് മെയ്റ്റ് ലിപ് ക്രീം തന്നെയാണ് ഇത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട്. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, ഇങ്ങനത്തെ ഒരു റോസ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങുക. ദെൻ ഇതെല്ലാവർക്കും സ്യൂട്ടാവുന്നതാണ്. വാഷ് ഔട്ട് ചെയ്യും. ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാണെങ്കിൽ വാഷ് ഔട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ വാഷ് ഔട്ട് ചെയ്യില്ല. ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ഈ സൈഡൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഡാർക്കാവും. ഇവിടെയൊക്കെ ഡാർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഗുണം, നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡുമായിട്ട് മിക്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡാർക്കാവും. അപ്പോൾ നമ്മുടെ ഔട്ടർ ലൈൻ ഒന്ന് ഡാർക്കായി കിട്ടും. സോ നമുക്കിത് വാഷ് ഔട്ട് ചെയ്യില്ല, ആ ലിപ്സ്റ്റിക്കിൻ്റെ ഭംഗി നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഇത് വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാനപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പെയറിങ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ മിസ് ക്ലെയറിൻ്റെ തന്നെ സോഫ്റ്റ് മൈറ്റ് ലിപ് ക്രീമിൽ വരുന്ന ഷെയ്ഡ് നമ്പർ 62 ഞാൻ ഇനി ഇടാനായിട്ട് പോകുന്നത് നമ്മുടെ മാർസിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക്കുമായിട്ടാണ് കേട്ടോ. സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ്. ഇതൊരു വൈൻ ടച്ച് കളർ, ബർഗണ്ടി വൈൻ ടച്ച് ഷെയ്ഡിലൊക്കെ വരും. ഈ ഷെയ്ഡിൻ്റെ പേരെന്താ, ഈ ഷെയ്ഡിൻ്റെ ഒരു പേരുണ്ട് ഗൈസ്, തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഓക്കെ, ഇത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ ഈ സെൻറ്റർ പോർഷനിലേക്ക് ഒരുപാട് കട്ടിയായിട്ട് ഇടാതിരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഷെയ്ഡാണ്. ഓക്കെ, സോ ഞാനിത് ഇട്ട് കൊടുക്കണം. കണ്ടോ, നല്ല ഷെയ്ഡാണ്. ലിപ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആവുന്നുണ്ട്. നല്ല ഷെയ്ഡാണ്, എനിക്കിഷ്ടമാണ് ഈ ഷെയ്ഡ്. This is a good one. Then I'm going to apply shade number 62, Miss Claire. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? This is really beautiful guys. I love this combo. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറുതായിട്ട് ഈ ഷെയ്ഡിനെ ഒന്ന് മാറ്റും, അത്ര തന്നെ. അപ്പോൾ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലിപ്പ് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു ലിപ്പ് ലൈനർ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എവറി ഡേ ആയിട്ട് ഇടാൻ പറ്റിയ ഷെയ്ഡ്സാണ് ഇതൊക്കെ. ഞാനിപ്പോൾ കാണിച്ച ഈ 2 ഷെയ്ഡ് ആണെങ്കിലും അത് ഞാൻ കമ്പൈൻ ചെയ്തിട്ട ഷെയ്ഡ്സ് ആണെങ്കിലും നമുക്ക് എവറി ഡേ യൂസിന് പറ്റിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഞാനിട്ട കോഫിയും ചോക്കോബാറും, അതും ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവർ പോയിട്ട് കാണുക, ഷോർട്സ് കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താലാണ് മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷനായിട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്സ് ഒക്കെ വേണമെങ്കിൽ വാങ്ങുക. ഇതൊക്കെ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കണ്ടോ, ഇപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നല്ലപോലെ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.